ഹായ് എവരിവൺ, ആൽഗോസെയിലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് ലൈൻസ്വീപ്പ് എന്ന് പറഞ്ഞ ഒരു അൽഗോരിതം എക്സാമ്പിളിലൂടെ പഠിക്കാം. Given an array of time intervals, return true if intervals overlap, otherwise false. നമുക്ക് ഒരു array of time intervals തന്നിട്ടുണ്ടായിരിക്കും. ആ array of time intervalsൽ ഏതെങ്കിലും രണ്ട് ഇൻ്റർവെൽസ് ഓവർലാപ്പ് ചെയ്താൽ നമ്മൾ ട്രൂ റിട്ടേൺ ചെയ്യും. ആ array of time intervalsൽ ഒരു ഇൻ്റർവെല്ലും ഓവർലാപ്പ് ചെയ്തില്ലെങ്കിൽ ഫാൾസ് റിട്ടേൺ ചെയ്യും. നമുക്ക് ഇൻപുട്ട് നോക്കാം. 0:30, 5:10, 15:20. ഇവിടെ ഓരോ ഇൻ്റർവെല്ലിലും സ്റ്റാർട്ട് ടൈമും എൻഡ് ടൈമും ആണ് നമുക്ക് തന്നിട്ടുള്ളത്. 0 തൊട്ട് 30 വരെയാണ് ആദ്യത്തെ ഇൻ്റർവെല്ല്, 5 തൊട്ട് 10 വരെയാണ് രണ്ടാമത്തെ ഇൻ്റർവെല്ല്, 15 തൊട്ട് 20 വരെയാണ് മൂന്നാമത്തെ ഇൻ്റർവെല്ല്. 0:30യും 5:10ഉം ഓവർലാപ്പ് ചെയ്യുന്നുണ്ട്. 0:30ക്ക് ഉള്ളിലായിരിക്കുമല്ലോ ഈ 5ഉം 10ഉം വരിക. 0 തൊട്ട് 30 വരെയുള്ള നമ്പേഴ്സിൻ്റെ ഉള്ളിലാണ് ഈ 5ഉം 10ഉം വരുന്നത്. അതുകൊണ്ട് 0:30യും 5:10ഉം ഓവർലാപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ 0:30യും 15:20യും ഓവർലാപ്പ് ചെയ്യുന്നുണ്ട്. 0 തൊട്ട് 30 വരെയുള്ള നമ്പേഴ്സിൻ്റെ ഉള്ളിലാണല്ലോ 15 തൊട്ട് 20 വരെയുള്ള നമ്പേഴ്സ് ഉണ്ടാവുക. അതുകൊണ്ട് 0:30യും 15:20യും ഓവർലാപ്പ് ചെയ്യുന്നുണ്ട്. ഇവിടെ നോക്കുകയാണെങ്കിൽ 0:30യും 5:10ഉം ഓവർലാപ്പ് ചെയ്യുന്നുണ്ട്. 0:30, 15:20യും ഓവർലാപ്പ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ഔട്ട്പുട്ട് ട്രൂ എന്ന് കിട്ടി. ഏതെങ്കിലും രണ്ട് ഇൻ്റർവെൽസ് ഓവർലാപ്പ് ചെയ്താൽ ഔട്ട്പുട്ട് ട്രൂ ആയിരിക്കും. ഇൻപുട്ട് 7:10, 2:4. ഈ രണ്ട് ഇൻ്റർവെൽസും ഓവർലാപ്പ് ചെയ്യുന്നില്ല. അതുകൊണ്ട് ഔട്ട്പുട്ട് ഫാൾസ് ആയിരിക്കും. ഇതൊരു സ്പെഷ്യൽ കേസ് ആട്ടോ. ഇൻപുട്ട് 1, 2, 2, 3. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ആദ്യത്തെ ഇൻ്റർവെല്ലിൻ്റെ എൻഡ് ടൈമും രണ്ടാമത്തെ ഇൻ്റർവെല്ലിൻ്റെ സ്റ്റാർട്ട് ടൈമും സെയിം ആണ്. ആ ഒരു കേസിൽ ഔട്ട്പുട്ട് ട്രൂ ആയിരിക്കും. എന്ന് വെച്ചാൽ ഈ 1, 2ഉം 2, 3യും ഓവർലാപ്പ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഔട്ട്പുട്ട് ട്രൂ ആയിരിക്കും. നമുക്ക് ഈ എക്സാമ്പിൾസ് എല്ലാം കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് കാണാം. നമുക്ക് ആദ്യത്തെ എക്സാമ്പിൾ നോക്കാം. 0:30, 5:10, 15:20. നമുക്കൊരു ഇമാജിനറി നമ്പർ ലൈൻ ഉണ്ടെന്ന് വിചാരിച്ചോ. 0 തൊട്ട് ഇൻഫിനിറ്റി വരെ ആ നമ്പർ ലൈൻ ഉള്ളത്. നമ്മുടെ ആദ്യത്തെ ഇൻ്റർവെല്ലിൽ 0 തൊട്ട് 30 വരെയാണ്. നമുക്ക് അതിനെ ഒരു ലൈനിലൂടെ റെപ്രസെൻറ്റ് ചെയ്യാം. 0 തൊട്ട് 30 വരെ. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഇൻ്റർവെല്ല്. 0 തൊട്ട് 30 വരെയുള്ള നമ്പേഴ്സ്. അതിനെ നമ്മൾ ഒരു ലൈനിലൂടെ റെപ്രസെൻറ്റ് ചെയ്തേക്കാണ്. ഇനി അടുത്ത ഇൻ്റർവെല്ല് 5 തൊട്ട് 10 വരെയാണ്. 5 തൊട്ട് 10 വരെ. അടുത്ത ഇൻ്റർവെല്ല് 15 തൊട്ട് 20 വരെ. ഇപ്പം നമ്മൾ ആ 3 ഇൻ്റർവെൽസിനെ 3 ലൈൻസിലൂടെ റെപ്രസെൻറ്റ് ചെയ്തു. നമുക്ക് നോക്കുമ്പോൾ ഈ 5 തൊട്ട് 10 വരെയുള്ള ഇൻ്റർവെല്ല് 0 തൊട്ട് 30 വരെയുള്ള ഇൻ്റർവെല്ലുമായിട്ട് ഓവർലാപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ 15 തൊട്ട് 20 വരെയുള്ള ഇൻ്റർവെല്ല് 0 തൊട്ട് 30 വരെയുള്ള ഇൻ്റർവെല്ലുമായിട്ട് ഓവർലാപ്പ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഈ ഇൻപുട്ടിൻ്റെ ഔട്ട്പുട്ട് ട്രൂ ആയിരിക്കും. പിന്നെ അടുത്ത ഇൻപുട്ട് നമുക്ക് നോക്കാം. 7:10, 2:4. ഇതിനെ നമ്മൾ ലൈൻസിലൂടെ റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ 2:4 ഇവിടെ ആയിട്ട് വരും, 7:10 ഇവിടെ ആയിട്ടും വരും. 2:4ഉം 7:10ഉം ഓവർലാപ്പ് ചെയ്യുന്നില്ല. അതുകൊണ്ട് ഇതിൻ്റെ ഔട്ട്പുട്ട് ഫാൾസ് ആയിരിക്കും. 1, 2, 2, 3. ഇതിനെ ലൈൻസിലൂടെ റെപ്രസെൻറ്റ് ചെയ്താൽ ഏകദേശം ഇങ്ങനെ വരും. ഇവിടെ ആദ്യത്തേൻ്റെ എൻഡ് ടൈമും
രണ്ടാമത്തെ സ്റ്റാർട്ട് ടൈം സെയിം ആണ്, രണ്ടും 2 ആണ്. ഈ ഒരു കേസ് സ്പെഷ്യൽ കേസാണ്. ഇവിടെ ഈ രണ്ട് ഇൻ്റർവെൽസും ഓവർലാപ്പ് ചെയ്യുന്നുണ്ട്. അങ്ങനെ നമുക്ക് ഔട്ട്പുട്ടിൽ ട്രൂ എന്ന് കിട്ടി. 1 3 2 4 ഇതിനെ ലൈൻസിലൂടെ റെപ്രസെന്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ആയിരിക്കും കിട്ടുക. ഇവിടെ ആദ്യത്തെ ലൈനിൽ 1 തൊട്ട് 3 വരെയുള്ള നമ്പേഴ്സാണ് ഉള്ളത്, 1 2 3. പിന്നെ രണ്ടാമത്തേൽ 2 തൊട്ട് 4 വരെയുള്ള നമ്പേഴ്സ് 2 3 4. ഈ രണ്ട് ഇൻ്റർവെൽസ് ഓവർലാപ്പ് ചെയ്യുന്നുണ്ടല്ലോ 2 തൊട്ട് 3 വരെയുള്ള ആ ഒരു ഏരിയയിൽ. അതുകൊണ്ട് ഔട്ട്പുട്ട് ട്രൂ ആയിരിക്കും. നമുക്ക് ലൈൻസ്വീപ്പ് അൽഗോരിതത്തിന്റെ മെയിൻ ഐഡിയ നോക്കാം. നമുക്കൊരു ഗ്രൂപ്പ് ഓഫ് ഇൻ്റർവെൽസ് തന്നിട്ടുണ്ടായിരിക്കും. നമ്മൾ ഓരോ ഇൻ്റർവെലിനെ ഒരു ലൈൻ വെച്ചായിരിക്കും റെപ്രസെന്റ് ചെയ്യുക. 1 തൊട്ട് 3 വരെയുള്ള ഇൻ്റർവെലിനെ ഈ ഒരു ലൈനിലൂടെ നമ്മൾ റെപ്രസെന്റ് ചെയ്തു. 6 തൊട്ട് 8 വരെയുള്ള ഇൻ്റർവെലിനെ ഈ ഒരു ലൈനിലൂടെ നമ്മൾ റെപ്രസെന്റ് ചെയ്തു. 5 തൊട്ട് 7 വരെയുള്ള ഇൻ്റർവെലിനെ ഈ ഒരു ലൈനിലൂടെ. ഈ ഇൻ്റർവെൽസ് എല്ലാം ഇപ്പോൾ ഒരു പ്ലെയിനിലാണ് നമ്മൾ പ്ലോട്ട് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മളൊരു വെർട്ടിക്കൽ ലൈൻ എടുക്കും. ഈ വെർട്ടിക്കൽ ലൈൻ നമ്മൾ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് മൂവ് ചെയ്യും. ആദ്യം ഈ വെർട്ടിക്കൽ ലൈൻ 1നെയാണ് കാണുന്നത്. 1 സ്റ്റാർട്ട് ടൈം ആണ്. സ്റ്റാർട്ട് ടൈം ആണെങ്കിൽ നമ്മൾ കൗണ്ട് എന്ന് പറഞ്ഞ ഒരു വേരിയബിളിനെ ഇൻക്രിമെന്റ് ചെയ്യും. കൗണ്ട് ഇനിഷ്യലി 0 ആണ്, ഇപ്പൊ കൗണ്ട് 1 ആയി. ഈ 1 സ്റ്റാർട്ട് ടൈം ആയതുകൊണ്ടാണ് നമ്മൾ കൗണ്ട് കൂട്ടിയത്. ഇനി നമ്മൾ 3 ആയിരിക്കും കാണുക. 3 എൻ ടൈം ആണ്. ആ ഇന്റർവെലിന്റെ എൻ ടൈം ആണ് 3. അന്നേരം നമ്മൾ കൗണ്ട് കുറയ്ക്കും. ഇപ്പൊ കൗണ്ട് വീണ്ടും 0 ആയി. ഇനി നമ്മൾ 5നെ കാണും. 5 സ്റ്റാർട്ട് ടൈമാ, അന്നേരം കൗണ്ട് കൂട്ടും. ഇനി നമ്മൾ ഈ 6നെ കാണും. 6 സ്റ്റാർട്ട് ടൈമാ, അന്നേരം കൗണ്ട് വീണ്ടും കൂട്ടും. ഇപ്പൊ കൗണ്ടിന്റെ വാല്യൂ 2 ആയി. കൗണ്ടിന്റെ വാല്യൂ 2 ആയ ഇന്റർവെൽസ് ഓവർലാപ്പ് ആയെന്നാ മീൻ ചെയ്യുന്നത്. അന്നേരം നമ്മൾ ട്രൂ റിട്ടേൺ ചെയ്യും. ഇവിടെ നോക്കിയ 5 7 6 8 ഓവർലാപ്പ് ചെയ്യുന്നുണ്ട്. അന്നേരം ഈ 6ൽ എത്തിയപ്പം കൗണ്ടിന്റെ വാല്യൂ 2 ആയി. കൗണ്ടിന്റെ വാല്യൂ 2 ആയപ്പം അത് മീൻ ചെയ്യുന്നത് രണ്ട് ഇന്റർവെൽസ് ഓവർലാപ്പ് ചെയ്തു എന്നാണ്. അതുകൊണ്ട് നമ്മൾ ട്രൂന്ന് റിട്ടേൺ ചെയ്യും. ഇതാണ് ലൈൻസ്വീപ്പിന്റെ മെയിൻ ഐഡിയ. ഇത് നമ്മൾ എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യാമെന്ന് നോക്കാം. നമ്മൾ ഇന്റർവെൽസിനെ എല്ലാം ഫസ്റ്റ് പോയിന്റ്സ് ആക്കി കൺവേർട്ട് ചെയ്യും. സെപ്പറേറ്റ് ഇന്റർവെൽസ് ഇൻറ്റു പോയിന്റ്സ് എന്ന് വെച്ചാൽ ലൈൻ ആയിട്ട് കൺസിഡർ ചെയ്യുന്നതിന് പകരം നമ്മൾ ഇവിടെയുള്ള ഓരോ സ്റ്റാർട്ട് ടൈമിനെയും എൻ ടൈമിനെയും പോയിന്റ്സ് ആയിട്ട് കൺസിഡർ ചെയ്യും. സ്റ്റോർ ഇൻഫർമേഷൻ ഓഫ് വെദർ പോയിന്റ് ഈസ് സ്റ്റാർട്ട് ടൈം ഓർ എൻ ടൈം. ഓരോ പോയിന്റും സ്റ്റാർട്ട് ടൈം ആണോ എൻ ടൈം ആണോ എന്ന് നമുക്ക് അറിയാൻ പറ്റണം. നമ്മൾ ഇൻപുട്ടിൽ നിന്ന് ഒരു പുതിയ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യും. ആ ലിസ്റ്റിൽ നമ്മൾ ഇന്റർവെൽസിനെല്ലാം പോയിന്റ്സ് ആയിട്ടായിരിക്കും റെപ്രസെന്റ് ചെയ്യുക. 1 സ്റ്റാർട്ട് എന്ന് പറഞ്ഞാൽ 1 എന്ന് പറഞ്ഞ പോയിന്റ് അതൊരു സ്റ്റാർട്ട് ടൈം ആണ്. 3 എന്ന് പറഞ്ഞ പോയിന്റ് എൻ ടൈം ആണ്. 6 എന്ന് പറഞ്ഞ പോയിന്റ് സ്റ്റാർട്ട് ടൈം ആണ്. 8 എന്ന് പറഞ്ഞ പോയിന്റ് എൻ ടൈം ആണ്. 5 സ്റ്റാർട്ട് ടൈം ആണ്. 7 എൻ ടൈം ആണ്. നമ്മൾ ഈ പോയിന്റ്സിനെല്ലാം സോർട്ട് ചെയ്യും. സോർട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 1 സ്റ്റാർട്ട്, 3 എൻഡ്, 5 സ്റ്റാർട്ട്, 6 സ്റ്റാർട്ട്, 7 എൻഡ്,
8 end എന്ന് കിട്ടും. രണ്ട് പോയിന്റ്സിന് സെയിം വാല്യൂ ഉണ്ട്. എന്നിട്ട് ഒരു പോയിന്റ് സ്റ്റാർട്ട് ടൈമും മറ്റേത് എൻഡ് ടൈമും ആണെങ്കിൽ ആർക്കായിരിക്കും പ്രിഫറൻസ് നമ്മൾ കൊടുക്കേണ്ടത്? സ്റ്റാർട്ട് ടൈമിനായിരിക്കും. ഒരു എക്സാമ്പിളിലൂടെ ഈ പോയിന്റ് നമുക്ക് നോക്കാം. 1 2 2 3 ആണ് നമ്മുടെ ഇന്റർവെൽസ് എന്ന് വെച്ചോ. ക്വസ്റ്റ്യനിൽ നമ്മളോട് എന്തായിരുന്നു പറഞ്ഞിരുന്നത്? ഈ രണ്ട് ഇന്റർവെൽസും ഓവർലാപ്പ് ചെയ്യുന്നുണ്ട് എന്ന് വെച്ചാൽ നമ്മളൊരു വെർട്ടിക്കൽ ലൈന് ഈ ഇന്റർവെൽസിലൂടെ മൂവ് ചെയ്യാണ്. ഇവിടെ എത്തിയപ്പോൾ കൗണ്ടിന്റെ വാല്യൂ 1 ആയി. ഇവിടെ എത്തുമ്പോൾ ഈ രണ്ട് 2നെ നമ്മൾ കാണുന്നുണ്ട്. ഇതില് ഈ രണ്ടാമത്തെ 2നല്ലേ നമ്മൾ പ്രിഫറൻസ് കൊടുക്കണ്ടേ? കാരണം കൗണ്ട് 2 ആണെങ്കിൽ മാത്രമല്ലേ ഓവർലാപ്പ് ആവുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഈ രണ്ടാമത്തെ 2നായിരിക്കും പ്രിഫറൻസ് കൊടുക്കുക. സോ വി അസൈൻ സ്റ്റാർട്ട് ഈക്വൽ ടു 0, എൻഡ് ഈക്വൽ ടു 1. അതുകൊണ്ട് നമ്മൾ സ്റ്റാർട്ടിന് 0 എന്ന് പറഞ്ഞ വാല്യൂവും എൻഡിന് 1 എന്ന് പറഞ്ഞ വാല്യൂവും ആയിരിക്കും കൊടുക്കുക. 1 3 6 8 5 7 സോർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് 1 സ്റ്റാർട്ട് 3 എൻഡ് 5 സ്റ്റാർട്ട് 6 സ്റ്റാർട്ട് 7 എൻഡ് 8 എൻഡ് എന്ന് കിട്ടി. ഇനി നമുക്ക് ഈ ഒരു ലിസ്റ്റിലൂടെ ട്രാവൽസ് ചെയ്താൽ പോരെ? ആദ്യമേ നമ്മൾ 1നെ കാണും. 1 സ്റ്റാർട്ട് ടൈമാണ്, അന്നേരം കൗണ്ട് കൂട്ടും. പിന്നെ 3യെ കാണും, അത് എൻഡ് ടൈം ആയതുകൊണ്ട് കൗണ്ട് കുറയ്ക്കും. പിന്നെ 5 സ്റ്റാർട്ട് ടൈമാണ്, വീണ്ടും കൗണ്ട് കൂട്ടും. പിന്നെ 6 സ്റ്റാർട്ട് ടൈമാണ്, വീണ്ടും കൗണ്ട് നമ്മൾ കൂട്ടും. അന്നേരം നമുക്ക് കൗണ്ടിന്റെ വാല്യൂ 2 എന്ന് കിട്ടും. നമ്മൾ ട്രൂ എന്ന് റിട്ടേൺ ചെയ്യും. ഇതിന്റെ കോഡ് നമുക്ക് നോക്കാം. ഡെഫ് ചെക്ക് ഓവർലാപ്പ് ഇന്റർവെൽസ് സ്റ്റാർട്ട് എൻഡ് ഈക്വൽ ടു 0 1. സ്റ്റാർട്ടിന്റെ വാല്യൂ 0യും എൻഡിന്റെ വാല്യൂ 1ഉം ആണ്. ഈവൻസ് ഈക്വൽ ടു എം ഡി ലിസ്റ്റ്. ഈവൻസ് എന്ന് പറഞ്ഞ ഒരു പുതിയ ലിസ്റ്റ് ഞാൻ ക്രിയേറ്റ് ചെയ്യാണ്. ഫോർ ഇന്റർവെൽ ഇൻ ഇന്റർവെൽസ് ഈവൻസ് ഡോട്ട് അപ്പെൻഡ് ഇന്റർവെൽ ഓഫ് 0 സ്റ്റാർട്ട് ഈവൻസ് ഡോട്ട് അപ്പെൻഡ് ഇന്റർവെൽ ഓഫ് 1 എൻഡ്. നമ്മൾ ഓരോ ഇന്റർവെല്ലിലുള്ള സ്റ്റാർട്ട് ടൈമിനെയും എൻഡ് ടൈമിനെയും പോയിന്റ്സ് ആയിട്ട് കൺസിഡർ ചെയ്യാണ്. എന്നിട്ട് ഈവൻസ് എന്ന് പറഞ്ഞ ഒരു ലിസ്റ്റിലോട്ട് ഈ പോയിന്റ്സ് എല്ലാം നമ്മൾ സ്റ്റോർ ചെയ്യാണ്. ഓരോ പോയിന്റും അത് സ്റ്റാർട്ട് ടൈം ആണോ എൻഡ് ടൈം ആണോ എന്നുള്ള ആ ഇൻഫർമേഷനും. ഈവൻസ് ഡോട്ട് സോർട്ട്, ഈവൻസ് എന്ന് പറഞ്ഞ ആ ലിസ്റ്റിനെ നമ്മൾ സോർട്ട് ചെയ്യാണ്. കൗണ്ട് ഈക്വൽ ടു 0 ഫോർ ടൈം ഫ്ലാഗ് ഇൻ ഈവൻസ്. ഇവിടെ ഓരോ പോയിന്റിന്റെ കൂടെയും നമ്മൾ അത് സ്റ്റാർട്ട് ടൈം ആണോ എൻഡ് ടൈം ആണോ എന്നുള്ള ഇൻഫർമേഷനും സ്റ്റോർ ചെയ്തിരുന്നു. ഇഫ് ഫ്ലാഗ് ഈക്വൽ ടു സ്റ്റാർട്ട്, നമ്മൾ ഇപ്പോൾ കൺസിഡർ ചെയ്യുന്ന ആ പോയിന്റ് സ്റ്റാർട്ട് ടൈം ആണെങ്കിൽ നമ്മൾ കൗണ്ടിന്റെ വാല്യൂ ഇൻക്രിമെന്റ് ചെയ്യും. ഇഫ് കൗണ്ട് ഈക്വൽ ടു 2, കൗണ്ടിന്റെ വാല്യൂ 2 ആണെങ്കിൽ നമ്മൾ ട്രൂ എന്ന് റിട്ടേൺ ചെയ്യും. എൽസ് കൗണ്ട് മൈനസ് ഈക്വൽ ടു 1. ഫ്ലാഗിന്റെ വാല്യൂ എൻഡ് ആണെങ്കിൽ എന്ന് വെച്ചാൽ നമ്മൾ ഇപ്പൊ കൺസിഡർ ചെയ്യുന്ന ആ പോയിന്റ് എൻഡ് ടൈം ആണെങ്കിൽ നമ്മൾ കൗണ്ട് ഡിക്രിമെന്റ് ചെയ്യും. റിട്ടേൺ ഫാൾസ്. ഇതിന്റെ ടൈം കോംപ്ലക്സിറ്റി ഓർഡർ ഓഫ് n log n ആയിരിക്കും n ഇന്റർവെൽസ് ഉണ്ടെങ്കിൽ. സ്പേസ് കോംപ്ലക്സിറ്റി ഓർഡർ ഓഫ് n ആയിരിക്കും. ഇവിടെ നമ്മൾ ഈവൻസ് എന്ന് പറഞ്ഞ ഒരു പുതിയ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിരുന്നു. അതുകൊണ്ടാണ് സ്പേസ് കോംപ്ലക്സിറ്റി ഓർഡർ ഓഫ് n ആവുന്നത്. ടൈം കോംപ്ലക്സിറ്റി ഓർഡർ ഓഫ് n log n ആവുന്നത് ഇവിടെ നമ്മൾ
ഈവൻസ് എന്ന് പറഞ്ഞാൽ ലിസ്റ്റിനെ സോർട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ടൈം കോംപ്ലക്സിറ്റി ഓർഡർ ഓഫ് n log n ആവുന്നത്.